പാവങ്ങളുടെ മിനി കൂപ്പർ എന്നറിയപ്പെടുന്ന സ്വിഫ്റ്റാണ്. എനിക്ക് സ്വിഫ്റ്റിനോട് പണ്ടേ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് സ്വിഫ്റ്റാണ് നമ്മളെടുത്തത്. ആദ്യം നമ്മൾ റെനോൾട്ടിൻ്റെ വണ്ടി നോക്കി, കിയയുടെ വണ്ടിയൊക്കെ നോക്കി. പിന്നെ എന്തുവാണ്, എല്ലാവരും പറയുന്നു സേഫ്റ്റി ഇല്ല, ബിൽഡ് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ വണ്ടി എടുക്കുന്നത് എവിടെയും കൊണ്ടുപോയി ഇടിക്കാനോ അല്ലെങ്കിൽ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാനോ എയർ ബാഗ് ഓരോ നോക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. നമ്മൾ വണ്ടി എടുക്കുന്നത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിനും കാര്യങ്ങൾക്കുമാണ്. ഇന്നും വർഷങ്ങളോളം മാരുതിയുടെ വണ്ടികൾ ഒരു പോറൽ പോലും ഇല്ലാതെ യൂസ് ചെയ്യുന്നവരുണ്ട്. വണ്ടിയുടെ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആൾക്കാരുടെ കുറ്റമാണത്. പിന്നെ വന്നിട്ട് നമ്മളെടുത്തത് ബേസ് വേരിയൻറ്റിൽ നിന്ന് വിട്ടിട്ടുള്ള VX ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് കേട്ടോ. കാണിച്ചു തരാം. ആണ് ഇതിൻ്റെ ഗിയറിൻ്റെ ലിവർ വന്നിട്ട്. പിന്നെ ഒരു 7 ഇഞ്ച് സ്ക്രീനുണ്ട്. ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഡെക്കറേഷൻ ആയിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഉണ്ട്. പിന്നെ ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മളെ സ്റ്റിയറിൽ ഓഡിയോ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെന്തുവാ, ഇതൊക്കെ അവർ ചെയ്ത ആക്സസറീസാണ് കേട്ടോ. പിന്നെ മിറർ കൺട്രോൾ ഇവിടെ ഉണ്ട്. എല്ലാ പവർ വിൻഡോസ് 6 എയർ ബാഗൊക്കെ ഉള്ള സാധനം തന്നെയാണേ. മാരുതി എന്തുകൊണ്ട് മാരുതി ചൂസ് ചെയ്തു? മൈലേജോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നും അല്ല. മൈലേജ് ഒരു കാര്യമാണ്. പിന്നെ മാരുതി എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് സർവീസ് പെട്ടെന്ന് വിയർക്കുന്നു ഗൈസ്. സർവീസ് പെട്ടെന്ന് എനിക്ക് തൊട്ടടുത്താണുള്ളത്. ഞാൻ പിന്നെ വീട്ടിലൊറ്റയ്ക്കുള്ളത് കൊണ്ട് കൊണ്ടുപോകാനും വരാനൊക്കെ എളുപ്പമുള്ള കാര്യം നോക്കിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മളെ ഇവിടുത്തെ റോഡെന്ന് പറയുന്നത് കുഞ്ഞതാണ്, ചെറിയ റോഡാണ്. അപ്പോൾ ആ റോഡിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു വണ്ടി. കുറച്ച് ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവറൊന്നും ആയിട്ടില്ല. ആയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലിയ വണ്ടിയൊക്കെ എടുക്കുന്നതായിരിക്കും. വലുതാണെന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല വലിയ വണ്ടി തന്നെയാണ്. നമ്മളെ വീട്ടിലേക്കുള്ള കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ കുറച്ച് പേര് സ്വിഫ്റ്റ്, ബ്രസ് എടുത്തുവിടായിരുന്നു, കിയ എടുത്തുവിടായിരുന്നു. അങ്ങനെ കുറേ പേര് ഞങ്ങൾ ബ്രസ്, കിയ, അതേപോലെ തന്നെ റെനോൾട്ടിൻ്റെ ട്രൈബർ ഒക്കെ നോക്കിയായിരുന്നു. ഫൈനലി എനിക്കിഷ്ടപ്പെട്ടത് സ്വിഫ്റ്റാണ്. എൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത്. പിന്നെ 3 സിലിണ്ടർ ആണെന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ് എല്ലാവരും പറയുന്നത്. 3 സിലിണ്ടർ എനിക്കതൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം മൈലേജ് വെച്ചിട്ടാണ് അവർ 3 സിലിണ്ടർ ആക്കിയത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വണ്ടിയും കൊണ്ട് എവിടെയും റേസിങ്ങിനൊന്നും പോകുന്നില്ലല്ലോ. വിയർത്തൊലിക്കുന്നു ഗൈസ്. നമ്മൾ റേസിങ്ങിനൊന്നും എവിടെയും പോകുന്നില്ല. അത്യാവശ്യം നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പിന്നെ ആണുങ്ങൾക്കൊന്നും അത്രയ്ക്കും, എനിക്ക് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയായിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്ക് ഇതുവരെയൊന്നും വേറെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് വണ്ടി പഠിപ്പിക്കാൻ വരുന്ന ആശാനും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം, കുറ്റം പറയാത്തവർക്ക് കുറ്റം പറയാം. എനിവേസ്, സ്വിഫ്റ്റ് ഫാൻസ് കമൻറ്റ് ചെയ്യൂ. ബൈ.